വായിക്ക് രുചിയുള്ള ഒരു കൂട്ടാനാണ് ഉരുളക്കിഴങ്ങ്. സത്യമല്ലേ? അത് മെഴുക്കുവരട്ടി ഉണ്ടെങ്കിൽ നമുക്ക് വയറ് നിറയെ ചോറുണ്ടാകും. ഇച്ചിരി സമ്മന്തി, ഇച്ചിരി മീൻകറിയും കൂടെ ഉണ്ടെങ്കിൽ അന്നത്തെ ദിവസം സൂപ്പറായിരിക്കും. അപ്പോൾ അത് ഞാൻ ഉരുളക്കിഴങ്ങും ഒരു ക്യാരറ്റും 2 പച്ചമുളകും കൂടി ഇട്ട് ഞാനൊരു ചെറിയൊരു മെഴുക്കുവരട്ടി വയ്ക്കാൻ പോവാം. അത് മുളക് പൊടി ഇടരുത്, നമ്മൾ വെളുത്തിരിക്കണം. അപ്പോൾ അതാണ് ടേസ്റ്റ് കൂടുതൽ. ചുമന്ന മുളക് പൊടി ഇടുന്നതിനേക്കാളും നല്ലതാണ് പച്ചമുളക് ഇട്ട് ഈ ഉരുളക്കിഴങ്ങും ഈ ക്യാരറ്റും കൂടെ മെഴുക്കുവരട്ടി വയ്ക്കുന്നത് നല്ലതാണ്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുന്നതെന്നുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കാം. വാ എല്ലാവരും, ഞാൻ കാണിച്ചു തരാം. വാ. ഞാൻ 3 ഉരുളക്കിഴങ്ങ് ഞാൻ ഇതുപോലെ കഷ്ണമാക്കിയിട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു ക്യാരറ്റും ഞാൻ ഇത് അരിഞ്ഞിട്ടിട്ടുണ്ട്. ഒരു 3 പച്ചമുളക്, എരിയില്ലാത്ത വറ്റമുളക് കേട്ടോ. വറ്റമുളക് ഉണക്കാൻ കൊണ്ടുവന്നപ്പോൾ അതിൻ്റെ അരി ഇട്ട് കിളിപ്പിച്ചതാണ്. ആ മുളകാണത്. അപ്പോൾ നമുക്കിത് വേകാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം കൂടെ നമുക്ക് ഒഴിച്ച് കൊടുത്ത് വേവിക്കാം. വെള്ളം ആവശ്യത്തിനുള്ള ഒഴിച്ച്, ഒരുപാട് വെന്ത് പോകാനുള്ള വെള്ളം ഒഴിക്കണ്ട. മെഴുക്കുവരട്ടിക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. മഞ്ഞൾ പൊടി. എന്നെ ടേസ്റ്റ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഉരുളക്കിഴങ്ങും ക്യാരറ്റും കൂടി ഇട്ട് മെഴുക്കുവരട്ടി വയ്ക്കുകയാണെങ്കിൽ അടിപൊളിയാണ്. കഴിക്കാത്തവരോട് കഴിച്ചു പോകും. പിള്ളേരുണ്ടെങ്കിൽ പിള്ളേർക്ക് കൊടുത്താലും കൊച്ചു പിള്ളേർക്ക് കൊടുത്താലും അവർ ഈ ടേസ്റ്റ് കഴിക്കും. ഒരു അല്പം കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി ഇട്ട് കൊടുക്കണ്ട കേട്ടോ. അപ്പം നമ്മൾ പച്ചമുളക് ഇട്ടായതുകൊണ്ട് മുളക് പൊടി വേണ്ട. മുളക് പൊടി ഇട്ടാൽ ചുമന്നിരിക്കും. ഇതിപ്പോൾ വേറൊരു കളറായിട്ടിരിക്കും. അപ്പോൾ അങ്ങനെ ചെയ്തെടുത്താലാണ് ഇതിൻ്റെ ടേസ്റ്റ് കൂടുന്നത്. അപ്പോൾ ഈ രീതി നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് വെള്ളം ഒഴിച്ച് എല്ലാം ചെയ്ത് ഇനി നമുക്ക് ഒന്ന് മിക്സാക്കാം. എല്ലാം കൊണ്ടൊന്ന് മിക്സാക്കിയിട്ട് നമുക്കിത് അടച്ചു കൊടുക്കാം, പറ്റിച്ചെടുക്കാം. പിന്നെ അത് വെള്ളം പറ്റി നോക്കാം. അപ്പോൾ ഇത് ഇതിൻ്റെ അകത്ത് വെള്ളം പറ്റി കേട്ടോ. പറ്റിയിട്ട് ഇതൊന്ന് തണുത്തതിന് ശേഷമേ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാവൂ. വേറൊരു പാത്രത്തിൽ ഇട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കണം. ഇതിനകത്ത് തന്നെ ഫ്രൈ ചെയ്തെടുത്താൽ ഇതിൻ്റെ ചോട്ടി നല്ലതായിട്ട് ഒട്ടിപ്പിടിക്കും. അന്നേരം ഉരുളക്കിഴങ്ങെല്ലാം പൊടിഞ്ഞു പോകും. അപ്പോൾ ഇത് നമുക്ക് തണുത്തതിന് ശേഷം ഫ്രൈ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങും ക്യാരറ്റും കൂടെയുള്ള മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട് കേട്ടോ. സൂപ്പറായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. രണ്ടും കൂടെ ആയപ്പം നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ മോര് കറിയും മീൻ കറിയും കൂട്ടി കഴിക്കണം. അടിപൊളിയാണ്.